ഇറാനുമായുള്ള കരാർ ധൃതി പിടിച്ച് പൂർത്തിയാക്കരുതെന്ന നിർദ്ദേശം നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് മുൻതൂക്കം ലഭിക്കുന്ന രീതിയിലുള്ള കരാറിലാണ് ഒപ്പുവയ്ക്കുന്നതെന്ന വിമർശനമാണ് നിലപാട് മാറ്റാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ട്. കരാറിൽ ഒപ്പുവച്ചാൽ അമേരിക്കയുടെ നില യുദ്ധത്തിന് മുമ്പുള്ളതിനേക്കാൾ മോശം അവസ്ഥയിൽ എത്തുമെന്ന് ഡെമോക്രാറ്റ് വിഭാഗം ആരോപിച്ചു. എന്നാൽ ചർച്ച ക്രിയാത്മക സ്വഭാവത്തിലാണ് പുരോഗമിക്കുന്നതെന്നും കരാർ ഒപ്പുവെക്കും വരെ ഉപരോധം തുടരുമെന്നും ട്രംപ് പറഞ്ഞു. ഹോർമുസ് തുറക്കാൻ ഇറാൻ തയ്യാറായേക്കും, പക്ഷേ ഹോർമുസിന്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിലായിരിക്കുമെന്ന് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നു. MC നാസറുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, ട്രംപ് ഇങ്ങനെ നിലപാട് മാറ്റുന്നത് അത് പുതിയ കാര്യമൊന്നുമല്ല. ഇതിനു മുമ്പും കരാർ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു, അമേരിക്ക എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തുന്നു, പിന്തിരിയുന്നു. ഇത് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇറാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഹോർമുസ് തുറക്കാം എന്നതുൾപ്പെടെയുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയാണ്. ആരാണ് ഇവിടെ ഇടപെട്ടത്? എന്താണ് ട്രംപിന്റെ ഈ ഒരു മനംമാറ്റത്തിന് കാരണം? ഒപ്പം തന്നെ ഇനി ഒരു കരാറിലേക്ക് എത്താനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? അനീഷ, ഇന്നലെ രാത്രി ട്രംപ് നൽകിയിരിക്കുന്ന പ്രതീക്ഷ വലുതായിരുന്നു. കാരണം ഏതാണ്ട് വലിയ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്നത്തോടു കൂടി തന്നെ ഔദ്യോഗികമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രഖ്യാപനം, ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുമെന്ന് കൂടി ട്രംപ് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 24 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പേ ട്രംപിൻ്റെ മറ്റൊരു പ്രസ്താവന വരുന്നത്. കാരണം തിരക്ക് കിട്ടോ ധൃതി പിടിച്ചോ ഈ ഒരു കരാറിൽ വെക്കാനോ അല്ലെങ്കിൽ കരാർ രൂപപ്പെടുത്താനോ ശ്രമിക്കരുതെന്ന് ഈ കരാറിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പ്രതിനിധിയോട് താൻ ആവശ്യപ്പെട്ടു എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ഹോർമുസ് തുറന്നാൽ പോലും ഈ നാവിക ഉപരോധം എന്നത് അത് പിൻവലിക്കണമെങ്കിൽ കരാറിൽ പൂർണ്ണ സ്വഭാവത്തിൽ തന്നെ ഒപ്പിടണം. എങ്കിൽ മാത്രമേ ഈ നാവിക ഉപരോധം പിൻവലിക്കേണ്ടതുള്ളൂ എന്നതുൾപ്പെടെയുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതികരണമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി ഈ ഒരു പ്രഖ്യാപനം വന്നു. ഏതാണ്ട് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ കരാറിൽ ഒപ്പുവെക്കുമെന്ന വലിയ പ്രതീക്ഷ രൂപപ്പെട്ടിരുന്നു. അതുമാത്രമല്ല, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഡൽഹിയിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്ത നമ്മൾ തേടിയെത്തുമെന്നായിരുന്നു. ആ ഒരു പ്രതീക്ഷ ലോകം ഒന്നാകെ കാത്തിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ധൃതി പിടിച്ചിട്ടുള്ള ഒരു നീക്കം വേണ്ട എന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഡെമോക്രാറ്റ് പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് വലിയ ശക്തമായിട്ടുള്ള വിമർശനം ഇന്ന് ഉന്നയിക്കപ്പെട്ടിരുന്നു. കാരണം ഇത് അമേരിക്കക്ക് വലിയ തിരിച്ചടിയായി മാറും ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടുകയാണെങ്കിൽ. അതുമാത്രമല്ല, ഇറാന് വലിയൊരു മേൽക്കോയ്മ ലഭ്യമാവുകയും യുദ്ധത്തിൽ ഇറാൻ ജയിച്ചു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി മാത്രമേ നീങ്ങാനാവുകയുള്ളൂ. ട്രംപിന്റെ ഈ ഒരു നീക്കം ഒട്ടും ആശ്വാസകരമല്ല എന്ന അർത്ഥത്തിലുള്ള പ്രതികരണം ഡെമോക്രാറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടായി. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായിട്ട് ഇന്നലെ മണിക്കൂറുകൾ നേരം ട്രംപ് ചർച്ച നടത്തിയിരുന്നു. ആ നെതന്യാഹു മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആശങ്കകൾ തന്നെയാണ്. കാരണം ഇത് ഇറാന് വലിയ ഒരു സ്വാധീനം അവർക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറും. അതുകൊണ്ട് കുറെ കൂടി പര്യാലോചനകൾ ഇക്കാര്യത്തിൽ വേണമെന്ന് നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെട്ടതായിട്ടാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമ്മർദ്ദമായിരിക്കണം ഒരുപക്ഷെ ഒരു ധൃതി പിടിച്ചിട്ടുള്ള നീക്കം വേണ്ടതില്ല എന്ന് കരുതി ഈ ചർച്ചകൾ അവസാനിപ്പിക്കുകയോ ഒരു കരാർ തന്നെ വേണ്ടതില്ല എന്ന തീർപ്പിലേക്കൊന്നും ട്രംപ് എത്തിയിട്ടില്ല. ചർച്ചകൾ വളരെ പോസിറ്റീവായി തന്നെ മുന്നേറുന്നു എന്നാണ് ഇപ്പോൾ അല്പം മുമ്പും ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണമോ നിരാകരണമോ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വന്നിട്ടില്ല. ഇപ്പോൾ അല്പം മുമ്പ് തസ്നീം ന്യൂസ് ഏജൻസി നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ ചില ഭേദഗതി നിർദ്ദേശങ്ങൾ കൂടി അമേരിക്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഭേദഗതി നിർദ്ദേശങ്ങളും ഉപാധികളും അടിച്ചേൽപ്പിക്കാൻ തുനിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ധാരണാപത്രത്തിൽ നിന്ന് ഇറാൻ പുറകോട്ട് പോകും, ധാരണാപത്രം തന്നെ റദ്ദാക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഇറാനിലെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇറാൻ നേതൃത്വത്തിന്റെ ഒരു പ്രതികരണം ഇനിയും പുറത്തു വന്നിട്ടില്ല. കാരണം ഇതിൽ നേരത്തെ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഒരു 2 മാസത്തെ കാലയളവിനുള്ളിൽ ആണവ വിഷയം ഉൾപ്പെടെയുള്ള സുപ്രധാന വിഷയങ്ങൾ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. എത്രയും പെട്ടെന്ന് ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്ര സ്വഭാവത്തിൽ തുറക്കുകയും അവിടെ ചുങ്കം പിരിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഈ 2 മാസത്തേക്ക് പൂർണ്ണമായ തോതിൽ ഇറാൻ നിർത്തിവെക്കണം. അതിന് പകരമായിട്ട് നാവിക ഉപരോധം പിൻവലിക്കുകയും ഇറാന് സുഗമമായ തോതിൽ എണ്ണ വിൽക്കാനുള്ള ഒരു അവസരമൊരുക്കും. അതോടൊപ്പം തന്നെ ഘട്ടം ഘട്ടമായിട്ട് ഇറാന്റെ പിടിച്ചുവെച്ച സ്വത്തുക്കൾ, ആ മരവിപ്പിച്ച സ്വത്തുക്കൾ ഇറാന് തിരികെ നൽകുന്ന
നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യം വളരെ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യാമെന്നാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരു ധാരണാപത്രത്തിലെ പ്രധാന വ്യവസ്ഥകൾ എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണം, സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കൈമാറ്റം എന്നിവ ഈ 2 മാസ കാലയളവിൽ നടക്കുന്ന ചർച്ചകളിലൂടെ ഒരു തീർപ്പിലെത്താമെന്നായിരുന്നു രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലൂടെ തീരുമാനമായത്. പക്ഷെ അതാണ് ഇപ്പോൾ ഒരു അവ്യക്തത ട്രംപ് ഭരണകൂടം എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം പുതിയ ചില ഭേദഗതി നിർദ്ദേശങ്ങൾ കൂടി ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത്. അത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇറാൻ സ്വീകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം തങ്ങളുടെ താല്പര്യങ്ങൾ ഹനിച്ചുകൊണ്ടുള്ള ഇറാന്റെ പരമാധികാരത്തെ ഹനിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇറാൻ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒരുപോലെ തന്നെ ഇന്നും വ്യക്തമാക്കുന്നത്. കാരണം ഹോർമുസിന്റെ കാര്യത്തിൽ തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും ഹോർമുസ്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ഇറാൻ നേതൃത്വം ഇന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പും അമേരിക്കക്ക് തങ്ങൾ നൽകിയിട്ടില്ല എന്ന് കൂടി ഇറാൻ നേതൃത്വം ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 തലങ്ങളിൽ, 2 ഭിന്ന ധ്രുവങ്ങളിൽ തന്നെയാണ് അമേരിക്കയും ഇറാനും എത്തി നിൽക്കുന്നത്. അതേസമയം പൊടുന്നനെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ യുദ്ധം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ 2 മാസക്കാലത്തെ ഒരു വെടിനിർത്തലിലൂടെ തുടർ ചർച്ചകൾക്ക് അവസരമൊരുക്കുക, അതിലൂടെ ഹോർമസ് കടലിടുക്ക് തുറക്കുന്നതിലൂടെ നിലവിൽ ആഗോള സമ്പദ്ഘടനയും ഊർജ മേഖലയും നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കുക എന്ന ഒരു പ്രായോഗികമായിട്ടുള്ള കാഴ്ചപ്പാടും നിലപാടുമാണ് ഇപ്പോൾ ഒരു ധാരണാപത്രത്തിലൂടെ രൂപപ്പെട്ടത്. പക്ഷെ അതുപോലും ഒരു കൃത്യതയിലെത്താൻ ആ ധാരണാപത്രം ഒപ്പിടുന്നത് സംബന്ധിച്ച് ഒരു തീർപ്പിലെത്താൻ അമേരിക്കൻ നേതൃത്വത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഏത് ഈ ഘട്ടത്തിലൊക്കെ, ഈ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലൊക്കെ ഇസ്രായേലിന്റെ ഇടപെടൽ അത് നിർണായകമായിരുന്നു. ഓരോ തവണയും നെതന്യാഹു ട്രംപിനെ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് കഴിഞ്ഞ ദിവസം നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗം ചേർന്നിരുന്നു. ഈ ചർച്ച ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന സൂചനകൾക്കിടെ തന്നെ അങ്ങനെ ഒരു ഇടപെടൽ നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ആ ഒരു സമ്മർദ്ദമാണോ ഇങ്ങനെ ഒരു മനംമാറ്റത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം, അല്ലെങ്കിൽ വീണ്ടും ഒരു ചർച്ച അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുമെന്നൊരു സൂചന ലഭിക്കാൻ കാരണം നെതന്യാഹുവിന്റെ ഇടപെടലാണോ? അലീസ, അതും ഒരു ഘടകമായിട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. കാരണം നേരത്തെയൊക്കെ പല ഘട്ടങ്ങളിലും ഏറെക്കുറെ ഒരു ചർച്ചയിലേക്കും ഒരു അനുനയത്തിലേക്കും ഒരു സമവായത്തിലേക്കും ഒക്കെ നീങ്ങിയ ഘട്ടങ്ങളിലും നമുക്കറിയാൻ സാധിക്കും. നേരത്തെ വിയന്നയിലും ഇസ്ലാമാബാദിലും ഒക്കെ ചർച്ചകൾ നടന്നു. ഒമാൻ തലസ്ഥാനമായിട്ടുള്ള മസ്കത്തിൽ ചർച്ചകൾ നടന്നു. ആ ഒരു ഘട്ടത്തിൽ ലോകം ഒരുമിച്ച് പ്രതീക്ഷിച്ചിരുന്നു 2015 സമാനമായിട്ടുള്ള ഒരു ആണവ കരാറിലേക്ക് അമേരിക്കയും ഇറാനും എത്തിച്ചേരുമെന്ന ആ ഒരു പ്രതീക്ഷക്കിടയിലാണ് ഫെബ്രുവരി 28 ഏകപക്ഷീയമായിട്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന് നേരെ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് ഈ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരു നിലക്കും തങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് വിശ്വാസ്യത നഷ്ടമാണ് അമേരിക്കയുമായിട്ടുള്ള തുടർ ചർച്ചകളിൽ നിന്നൊക്കെ തങ്ങളെ പിന്തിരിപ്പിക്കുന്നതെന്ന് ഇറാൻ പലവരും വ്യക്തമാക്കിയതാണ്. പക്ഷേ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് വീണ്ടും ചർച്ചയ്ക്ക് വേണ്ടി ഇറാൻ തയ്യാറായത്. ആ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ നിരന്തരമായിട്ട് പുതിയ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നു, സമയപരിധി നിർണ്ണയിക്കുന്നു. ഇത്തരം നീക്കങ്ങളാണ് പക്ഷേ ഈ ഒരു ചർച്ചയ്ക്കും സമാധാന നീക്കത്തിനും വലിയ തിരിച്ചടിയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അനീഷ, ഏതായാലും ചർച്ചയിൽ നിന്ന് പിൻവലിക്കുകയാണോ അമേരിക്ക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇന്നലെ വരെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് ഈ ഒരു കരാറിലേക്ക് എത്തുന്നു എന്ന സൂചനകളായിരുന്നു എങ്കിൽ ഇന്ന് ആ സ്ഥിതിയല്ല. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഹജ്ജ് പുണ്യം തേടി തീർത്ഥാടകർ. എൻജാസ് പ്രസൻസ് കാബ വിളിക്കുന്നു. പ്രസന്റഡ് ബൈ Enjas Pay. Transfer to India with the best exchange rate. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കായി ഹാജിമാർ മിനായിലേക്ക് പുറപ്പെട്ടു. നാളെ പുലർച്ചെ വരെ ഇന്ത്യൻ ഹാജിമാർ മിനായിലേക്ക് വിവിധ ബസ്സുകളിലായി എത്തും. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെയാണ് ഔദ്യോഗികമായി തുടക്കമാവുക. ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ചൊവ്വാഴ്ചയാണ്. കനത്ത ചൂടിലാണ് ഇത്തവണയും ഹജ്ജ് എത്തുന്നത്. ഹാജിമാർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത ഹാജിമാർ ഇത്തവണ എത്തുമെന്നാണ് കണക്ക്. അഫ്താബ് റഹ്മാൻ മക്കയിൽ നിന്ന് വിവരങ്ങൾ നൽകും.
ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഹാജിമാർ മിനായിലേക്ക് ഇന്ന് പുറപ്പെടുകയാണ്. നാളെയാണ് ഔദ്യോഗികമായി ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇന്നിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഹാജിമാരെല്ലാവരും തന്നെ മിനായിലേക്ക് പുറപ്പെടുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി അവരുടെ ബാഗേജുകളും മറ്റുമെല്ലാം തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നാളെയാണ് ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൗമുൽ തർവിയ എന്നറിയപ്പെടുന്ന ഹജ്ജിൻ്റെ ആദ്യ ദിനം. അതായത് പണ്ട് കാലത്തൊക്കെ ഹജ്ജിന് വെള്ളമെല്ലാം ശേഖരിച്ചുകൊണ്ട് ഹാജിമാർ ഹജ്ജിലേക്കുള്ള കാത്തിരിപ്പ് നടത്തിയിരുന്ന ദിവസമായിരുന്നു അത്. ആ നിലക്ക് ഒന്നാമത്തെ ദിനം നാളെ ഹജ്ജിന് ആരംഭം കുറിക്കുകയാണ്. മറ്റന്നാളാണ് ഹജ്ജിലെ സുപ്രധാനമായിട്ടുള്ള അറഫ സംഗമം. ഏതാനും ഹാജിമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർ അല്പസമയത്തിനകം ബസ്സിൽ കയറിക്കൊണ്ട് മിനായിലേക്ക് പുറപ്പെടും. ഒന്നാമതായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് നഹാസ് മാളയാണ്. എന്താണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷം ഉണ്ടാകുന്ന ഹാജിമാർക്കുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങൾ? ഹജ്ജിൻ്റെ മനാസിക്കുകൾ, അതായത് ദുൽഹജ്ജ് മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നാളെയാണ് അത് സമാരംഭം കുറിക്കുന്നത്. യൗമു തർവിയയിലേക്കുള്ള ഒരു പോക്ക് ഇന്ന് തന്നെ, തലേദിവസം തന്നെ അവിടേക്ക് മുത്തവീഫുകളുടെ നേതൃത്വത്തിൽ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സംഘത്തിൻ്റെ ഊഴത്തിനായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ പ്രധാനമായും മിനയിൽ തങ്ങുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മബീത്ത് ബി മിനയിൽ തന്നെയുള്ള രാപ്പാർക്കലാണ് നാളെ ഉള്ളത്. അതിൽ എന്തൊക്കെ കർമ്മങ്ങളായിരിക്കും നാളെ മിനായിൽ ചെയ്യേണ്ട ഒരു തയ്യാറെടുപ്പ് എന്നുള്ള നിലയ്ക്ക്? വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായ അറഫയും അതിനുശേഷം വരുന്ന യൗമുൻ നഹറിന് മുമ്പുള്ള ഒരു മാനസികമായ ആത്മീയമായ ഒരു തയ്യാറെടുപ്പാണ് യഥാർത്ഥത്തിൽ മിനയിലുള്ളത്. മിനയിൽ ഹാജിമാർ കൂടുതലും തൽബിയത്തും അതോടൊപ്പം തന്നെ തക്ബീറും തഹ്ലീലും ഒക്കെയായി കൂടുതൽ സമയം ചെലവഴിച്ച് തമ്പുകളിൽ കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുക. മറ്റ് സമയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇസ്ലാമിലെ തന്നെ വളരെ അപൂർവമായി തന്നെ എല്ലാ വക്തുകളും കസ്റാക്കിക്കൊണ്ട് നമസ്കരിക്കുന്ന, എല്ലാ വക്തുകളും കസ്റാക്കിക്കൊണ്ട് ചേർത്ത് നമസ്കരിക്കുകയല്ല, അത് ചെറുതാക്കി. ഇപ്പോൾ 4 റക്കാത്തുള്ളത് 2 റക്കാത്തായി ളുഹറിൻ്റെ സമയത്തും അസറിൻ്റെ സമയത്തും അങ്ങനെ കസ്റാക്കി നമസ്കരിക്കുന്ന രീതിയാണ് മിനയിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നാളെ കാര്യമായിട്ട് ഹാജിമാർക്കുള്ളത്. അതിന് മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. സ്വാഭാവികമായിട്ടും വരുന്ന 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഹാജിമാർക്ക് വലിയ കായികാധ്വാനമുള്ള കർമ്മങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമസ്കാരം ഉൾപ്പെടെ അത് ലഘൂകരിച്ചുകൊണ്ടാണ് ഹാജിമാർ നാളെ നിർവഹിക്കുക. എന്തൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പാണ് പൂർത്തിയത്? മാനസികമായിട്ടൊക്കെ ഒരുങ്ങുക, കാരണം ഇനി വലിയ തിരക്ക് പിടിച്ച കർമ്മങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ ഒരുക്കങ്ങളിലും ഒരുങ്ങിയിട്ടാണ് ഹജ്ജ് ചെയ്യാൻ വന്നിട്ടുള്ളത്. എല്ലാ പ്രാർത്ഥനകളും ഹജ്ജിനായിട്ടുള്ള ലബൈക്ക് അല്ലാഹുമ്മ ലബൈക്ക് ലബൈക്ക് ലാ ശരീക ലക് ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് എന്ന പ്രാർത്ഥനയോടുകൂടി ആണ് ഒരുങ്ങുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിൽ ഹാജിമാർ മിനായിലേക്ക് നീങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഈ വർഷത്തെയും പ്രധാനപ്പെട്ട വെല്ലുവിളി ഹാജിമാർക്ക് ചൂട് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ വർഷം ചൂട് അല്പം അധികം അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. ഹജ്ജിൻ്റെ പുണ്യ കർമ്മങ്ങൾ നടക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അറഫ, മിന, മുസ്ദലിഫ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അത് കൂടുതൽ ശീതീകരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലം കൂടിയാണ്. അതേസമയം തന്നെ തമ്പുകൾക്ക് പുറത്ത് ഹാജിമാർക്ക് വലിയ തോതിൽ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ഇത് ഒഴിവാക്കുവാൻ വേണ്ടിയുള്ള ഭൗതികമായുള്ള പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ ഈ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും വരും മണിക്കൂറുകളിൽ ഹാജിമാരുടെ ഒഴുക്ക് മീനായിലേക്ക് തുടരും. നാളെ വൈകിട്ട് വരെ ഹാജിമാർ മീനായിൽ എത്തുന്നത് തുടരും. പ്രത്യേകിച്ച് സൗദിക്കകത്തു നിന്നുള്ള ഹാജിമാർ നാളെ പകലൊക്കെയാണ് മീനായിലേക്ക് എത്തിച്ചേരുക. മറ്റന്നാൾ അറഫ സംഗമത്തിലേക്ക് പുറപ്പെടുവാൻ വേണ്ടി നാളെ രാത്രിയോട് കൂടിയാണ് ഹാജിമാർ മിനായിൽ നിന്നും അറഫയിലേക്ക് നീങ്ങുക. ഈ തരത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ ഹാജിമാരെ സംബന്ധിച്ചോളം ഏറ്റവും കായികാധ്വാനമുള്ള, ഏറെ നടക്കേണ്ട, ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ് വരുന്ന 2-3 ദിവസങ്ങൾക്കകം നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് ആ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുവാൻ വേണ്ടി മാനസികമായി ഒരുങ്ങിക്കൊണ്ടാണ് ഹാജിമാർ ഇവിടെ നിന്നും മിനായിലേക്ക്, മക്ക നഗരിയിൽ നിന്നും മിനായിലേക്ക് യാത്രയാകുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്കായി ഹാജിമാർ ഇന്ന് രാത്രി മുതൽ മിനായിലേക്ക് പുറപ്പെടും. നാളെ ഹാജിമാരെല്ലാം മിനായിലാണ് തങ്ങുക. ചൊവ്വാഴ്ചയാണ് ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം. 15 ലക്ഷത്തിലേറെ വിദേശികളടക്കം വിശ്വാസി ലക്ഷങ്ങൾ ഹജ്ജിൽ നിറയും. കനത്ത ചൂടിലാണ് ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമാകുന്നത്. നാളെയാണ് യൗമുൽ തർവിയ. ഹജ്ജിന് മുന്നോടിയായി അറഫയിലേക്ക് പോകാൻ ഹാജിമാർ പണ്ട് വെള്ളമൊക്കെ ശേഖരിച്ച് കാത്തിരുന്ന ദിനം.
ഹജ്ജിന്റെ മാനസികവും ഭൗതികവുമായ മുന്നൊരുക്കമാണ് ഈ ദിനം. ഇതിനായി മിനായിലേക്ക് ഇന്ന് രാത്രിയോടെ ഹാജിമാർ നീങ്ങും. വൈകിട്ട് മുതൽ നാളെ വരെ ഇത് നീളും. നമ്മൾ നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് തന്നെ ഹാജിമാരെ നമ്മൾ തയ്യാറാക്കി അവരെ എല്ലാവരെയും ഇവിടുന്ന് റൂമുകളിൽ നിന്ന് ബസ്സുകളിൽ കയറ്റി മിനാറ്റന്തിലേക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഏത് രീതിയിൽ വേണമെന്നുള്ളത് നമ്മുടെ SHIമാർക്കും കൊടുത്തിട്ടുണ്ട്, ഹാജിമാർക്ക് നേരിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് വരുന്ന സമയത്ത് തന്നെ ആരോഗ്യപരമായി നമ്മൾ എങ്ങനെയാണ് പ്രത്യേകിച്ചും ഒരു ക്ലൈമറ്റിൽ നിന്ന് മറ്റൊരു ക്ലൈമറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഏതെല്ലാം മുൻകരുതലുകൾ വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹാജിമാർക്ക് ആ വിഷയത്തിൽ ആശങ്കകളില്ല. ഇന്ന് രാത്രി മുതൽ നാളെ രാത്രി വരെ ഹാജിമാർ മിനായിൽ തങ്ങും. മറ്റന്നാളാണ് ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. അറഫ ലഭിക്കാത്ത ഹാജിക്ക് ഹജ്ജില്ല. ഇതിനായി തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം ചൊവ്വാഴ്ച ഉച്ചവരെയുള്ള സമയത്തിനകം മുഴുവൻ ഹാജിമാരെയും അറഫയിലെത്തിക്കും. ഇനിയുള്ള 5 ദിവസത്തോളം ഏറെ കായികാധ്വാനം വേണ്ട, ക്ഷമ വേണ്ട കർമ്മങ്ങളിലേക്കാണ് ഹാജിമാർ പ്രവേശിക്കുന്നത്. മക്കയിൽ നിന്നും സാബിർ സലീമിനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1. 90 ഹജ്ജ് ഇൻസ്പെക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് ഇന്ത്യൻ ഹാജിമാർ മിനായിലേക്ക് പുറപ്പെടുന്നത്. കനത്ത ചൂടാണ് ഇത്തവണത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി. തിരക്ക് പരിഗണിച്ച് നേരത്തെ തന്നെ ഹാജിമാരെ മിനായിലെത്തിക്കും. 13,000-ഓളം ഹാജിമാരാണ് ഹജ്ജ് കമ്മിറ്റി കീഴിൽ എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇന്ത്യൻ ഹാജിമാർ സംഘമായി മിനായിലേക്ക് പുറപ്പെട്ടു തുടങ്ങിയത്. ഹജ്ജ് സർവീസ് കമ്പനി ഒരുക്കിയ ബസ്സുകളിലാണ് മിനായിലെത്തിക്കുക. മുന്നൊരുക്ക ക്ലാസുകളും നിർദ്ദേശങ്ങളും എല്ലാം ഹാജിമാർക്ക് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഹാജിമാർ 40-നും 51 ദിവസത്തിനിടയിലൂടെ താമസിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 6 ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. മിനാ മൂവ്മെന്റിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും കേരളത്തിലുള്ള ഹാജിമാർക്ക് വേണ്ടി സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എല്ലാ ബിൽഡിങ്ങുകൾ കേന്ദ്രീകരിച്ചും ക്ലാസുകൾ നൽകി കഴിഞ്ഞു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള 1,22,464 ഹാജിമാരാണ് ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ഹജ്ജിന്റെ ഭാഗമാകുന്നത്. ഇതിൽ 13,194 മലയാളി ഹാജിമാരുമുണ്ട്. പ്രധാനമായിട്ട് SHIമാർക്ക് അവിടെയുള്ള വരുന്ന ഡ്യൂട്ടികൾ നമ്മൾ ഈ എല്ലാ മിനയിലാണെങ്കിലും മുസ്തലിഫയിലാണെങ്കിലും എല്ലാവരും കൃത്യമായി എത്തി എന്നുള്ളതും അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക, അതോടൊപ്പം അവർക്ക് വേണ്ട അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ കോർ പീരീഡിൽ SHIമാർക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതാണ്. ആൺതുണയില്ലാതെ എത്തിയ 4,200-ഓളം ഹാജിമാരും ഹജ്ജിന്റെ ഭാഗമാകുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു ബെഡ് സൗകര്യം കുറച്ചുകൂടി വിപുലമാക്കിയിട്ടുണ്ട്. അതുപോലെ ബെഡിൻ്റെ ഓരോ ബെഡിലും അവരുടേതായിട്ടുള്ള പേരുകൾ, കവർ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മിനയിൽ KLWN കാറ്റഗറിയിൽ മാത്രമായിട്ട് മലയാളി ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 21 വനിതാ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരാണ് ഇവരെ അനുഗമിക്കുന്നത്. അപ്പം നമ്മുടെ വിഭാഗത്തിന് പ്രാധാന്യം കൊടുക്കാതെ തന്നെ ഹജ്ജമ്മമാരുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമലുകൾ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് അതിന് എത്രയോ ഉപരിയായിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്കൊരു ഇത് കിട്ടും എന്നുള്ളതാണ്. ചൂടേറിയ കാലാവസ്ഥ ഇത്തവണ വെല്ലുവിളിയാണ്. എങ്കിലും നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കഴിഞ്ഞു. കേരളത്തിൽ 952 ഹാജിമാർ, ബിൽഡിംഗ് നമ്പർ 502-ലുള്ള 952 ഹാജിമാർ ഒഴിച്ച് ബാക്കി അൽഹംദുലില്ലാഹ് കേരളത്തിലുള്ള എല്ലാ ഹാജിമാർക്കും മെട്രോ ട്രെയിനിന്റെ സൗകര്യം. മിനായിലും അറഫയിലും തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങളെല്ലാം ഇത്തവണ ഏറെ മികച്ചതാക്കിയിട്ടുണ്ട്. മീഡിയ 1 മക്ക. ഹജ്ജിന്റെ ആത്മാവാണ് അറഫ സംഗമം. ഈ ഒരു സമയത്ത് മാത്രമാണ് ഹജ്ജിനെത്തുന്ന ലക്ഷോപലക്ഷം വിശ്വാസികൾ ഒരേയിടത്ത് ഒരേ സമയം തങ്ങുന്നത്. സൗദി ഭരണകൂടത്തിനും ഏറ്റവും ശ്രമകരമായ ദൗത്യമുള്ളതും അറഫ സംഗമത്തിലാണ്. അറഫയിൽ ഹാജിമാരെ കൊടും ചൂടിൽ താമസിക്കുവാൻ ആയിരക്കണക്കിന് പന്തലുകളും തമ്പുകളുമുണ്ട്. അതിനകത്തെ കാഴ്ചകൾ കാണാം. അറഫയിൽ നിന്നും അഫ്താബ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളീ നിൽക്കുന്നതാണ് അറഫ മൈതാനം. നോക്കിക്കഴിഞ്ഞാൽ കാണാതെ അറഫയുടെ ഭാഗത്തുള്ള ഒരു റോഡാണിത്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഈ അറഫ മൈതാനിയിൽ ഈ കാണുന്ന രൂപത്തിൽ പലവിധ തമ്പുകളാണ് ഹാജിമാർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഓരോ തമ്പുകൾക്കകത്തും ഏതാണ്ട് 3000 മുതൽ 4000 വരെ ഹാജിമാരെ ഉൾക്കൊള്ളുവാൻ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പണ്ടുണ്ടായിരുന്ന വെറും മൈതാനം എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഓരോ അറഫ മൈതാനിയിലുമുള്ള തമ്പുകൾക്കകത്താണ് ഹാജിമാർക്ക് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ തന്നെ ഒരു വീടിന് മുന്നിലുള്ള അതിന് സമാനമായിട്ടുള്ള ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം തന്നെ അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ തമ്പുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അതിഥികളെ സ്വീകരിക്കാൻ അറഫ മൈതാനി ഒരുങ്ങിക്കഴിഞ്ഞു. അതിനകത്തെ കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകുന്നത്.
അറഫ മൈതാനി ഇക്കാണുന്നത് പോലെ ചെറിയ ചെറിയ തമ്പുകളാക്കി ഒരു ഹോട്ടൽ സ്വഭാവത്തിലാണ് പല തമ്പുകളുമുള്ളത്. എല്ലാ തമ്പുകളും ഇതേ സ്വഭാവത്തിലാകില്ല. പല തമ്പുകളിലും ഓരോ കമ്പനിക്കും അനുസരിച്ച് പല രൂപത്തിലായിരിക്കും തമ്പുകൾ ഒരുക്കിയിട്ടുണ്ടാവുക. ചിലയിടങ്ങളിൽ സാധാരണ തമ്പുകൾ മാത്രമായിരിക്കും ഒരുക്കിയിട്ടുണ്ടാവുക. ചിലയിടങ്ങളിൽ ഈ കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ തമ്പുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഹജ്ജിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ അറഫയിലെ തമ്പുകൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നാളെയാണ് ഹാജിമാർ അറഫയിലേക്ക് എത്തുക. അതിന് മുന്നോടിയായിട്ട് ഈ കാണുന്നത് പോലെ തന്നെ സോഫയും ഒപ്പം തന്നെ സോഫ ബെഡ് കൂടിയാണിത്. 2 തരത്തിലും ഹാജിമാർക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ മുന്നോട്ട് ജസ്റ്റ് ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ ഇത് ബെഡായിട്ട് മാറും, ഇത് തലണയായിട്ട് ഉപയോഗിക്കാം, തിരിച്ച് ഇതുപോലെ തന്നെ അവർക്ക് ഇരിക്കേണ്ട സമയത്ത് സോഫയായിട്ടും ഉപയോഗിക്കാം. ഈ തരത്തിൽ ഇന്ത്യക്കാർക്കും സൗദികൾക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉള്ള സംവിധാനങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അറഫയിലെ ഒരുക്കങ്ങൾ ഇത്രയധികം നേരത്തെ തന്നെ ഒരുക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം കനത്ത സുരക്ഷ തന്നെയാണ്. കാരണം ഓരോ വർഷവും ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ട്. അപ്പോൾ ജോലിക്കാർക്ക് ഇങ്ങോട്ട് പ്രവേശിക്കുവാനും തിരികെ മടങ്ങുന്ന സമയത്തൊക്കെ വലിയ തോതിൽ കാലതാമസം നേരിടും. അപ്പോൾ ആ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയാണ് നേരത്തെ തന്നെ തമ്പുകൾ ഒരുക്കുന്ന വിവിധ കമ്പനികളോട് അക്കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി നേരത്തെ ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം നേരത്തെ ഈ തമ്പുകളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഹജ്ജിന് വരുന്ന, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് വരുന്ന ഹാജിമാർ വളരെ ഭാഗ്യവാന്മാരാണ്. നല്ല റിലാക്സ് ആയിട്ട് നല്ല രീതിയിൽ അവിടെ പലരും ഭക്ഷണം മറ്റൊന്നൊക്കെ എല്ലാ സെറ്റപ്പിലാണ്. അവർക്ക് ബസ്സും കാര്യങ്ങളൊക്കെ താഴത്തുള്ള സൗകര്യവുമൊക്കെ ഞാൻ പോയി നോക്കിയ അപ്പം പുറത്തുനിന്ന് വരുന്ന ഹാജിമാരായാലും ഇപ്പോൾ ഡൊമസ്റ്റിക് ഹാജിമാർക്കായാലും എല്ലാ സൗകര്യങ്ങളും പുറത്തുനിന്നായിരുന്നു തിരക്കില്ല. അപ്പം ഞങ്ങളെപ്പോലെ ഇത് സർവീസ് ചെയ്യുന്ന ആൾക്ക് ഞങ്ങൾക്ക് അതിനേക്കാളും സുഖമാണ്. കാരണം ഇവിടുന്ന് ഒരു മാർക്കറ്റ് ചെയ്യണമെങ്കിൽ പുറത്ത് പോയാൽ 10-15-20 മിനിറ്റ് കൊണ്ട് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് തരാം. പണ്ടൊക്കെ ഒരു 5-6 മണിക്കൂർ വണ്ടിയിലിരുന്നൊക്കെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഹാജിമാർക്ക് വരെ ഇതേപോലത്തെ ട്രെൻഡുകളും നല്ല സൗകര്യങ്ങളായിട്ടുണ്ട്. അവർക്കൊന്നും വലിയ ഹജ്ജിൻ്റെ റിസ്ക് അറിയേണ്ട ആവശ്യമില്ല. പിന്നെ പുറത്തിറങ്ങിയാൽ എന്തായാലും ഹജ്ജ് ടൈമിൽ വളരെ ചൂടായിരിക്കും. പ്രാവശ്യം എനിക്ക് സംശയം കഴിഞ്ഞ വർഷത്തേക്കാളേറെ ചൂടാണ് ഈ വർഷം ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ ഉണ്ടായത്. അപ്പം ചൂട് എന്തായാലും അത് അറഫ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറഫയിലൊരു പ്രത്യേക ചൂട് ആ ദിവസം, അറഫ ദിവസം. അപ്പോൾ അത് എന്തായാലും നമുക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷേ എന്നാലും കുറേ മരങ്ങൾ, എല്ലാ മരങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ അറഫ നമ്മളെ വിചാരിച്ചതിനൊക്കെ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ഇനി കുറേ കൂടി കഴിയുമ്പോൾ അതിനേക്കാളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അറഫ എന്നറിയപ്പെടുന്ന മൈതാനിയിൽ തന്നെയാണ് ഈ തമ്പുകൾ ഒരുക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ തമ്പിനകത്ത് നിൽക്കുന്നതും അറഫ മൈതാനിൽ നിൽക്കുന്നതും ഒരുപോലെ തന്നെയാണ്. പലരും അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അത് പോലീസ് ഒരു കാരണവശാലും അനുവദിക്കില്ല. എന്ന് വെച്ചാൽ തമ്പിന് പുറത്തേക്ക് ഇറങ്ങാം, വാഷ്റൂമിൽ പോകാം, തിരികെ തമ്പിലേക്ക് തന്നെ ആ ചൂടുള്ള സമയത്ത് അവർക്ക് കയറി നിൽക്കേണ്ടി വരും. ബാക്കിയുള്ള സമയത്ത് തമ്പിന് പുറത്തിറങ്ങിയിട്ട് മുറ്റത്ത് നിൽക്കുക. പക്ഷേ ഓരോ തമ്പുകൾക്ക് ചുറ്റും ഒരു വേലി കെട്ടി തിരിച്ചിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹാജിമാർക്ക് ഈ പ്രദേശം വിട്ടുകൊണ്ട് പോവുകയോ അവരെ കാണാതാവുകയോ ചെയ്യുന്ന സാഹചര്യം ഇത്തവണയും ഉണ്ടാകില്ല. ഹജ്ജിൻ്റെ ആത്മാവാണ് അറഫ. അറഫയിലേക്ക് ഉച്ചയ്ക്ക് മുന്നോടിയായി എത്താത്ത ഹാജിക്ക് ഹജ്ജ് നഷ്ടമായതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുന്നോടിയായി മുഴുവൻ ഹാജിമാരെയും അറഫയിലേക്ക് എത്തിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഇത്തവണയും പൂർത്തിയായിട്ടുണ്ട്. അറഫയിൽ നിന്നും സാബി സലീമിനൊപ്പം അഫ്താബുർ റഹ്മാൻ, മീഡിയ 1. ഓരോ അതിരും അടച്ചുകെട്ടി അതീവ സുരക്ഷയിലാണ് മക്ക നഗരി. ലക്ഷത്തോളം സൈനിക സുരക്ഷാ വിഭാഗമാണ് മക്കയെ വലയം ചെയ്തിരിക്കുന്നത്. ഇന്ന് ഹാജിമാർ മിനായിലേക്ക് ഒഴുകി തുടങ്ങിയതോടെ ഇനി ഹജ്ജ് കഴിയും വരെ എല്ലാം ഹാജിമാർക്ക് മാത്രമുള്ളതാണ്. അനുമതി പത്രമില്ലാതെ പിടിക്കപ്പെട്ടാൽ വൻ തുക പിഴയും നാടുകടത്തലുമാണ് ശിക്ഷ. രണ്ടു വർഷം മുമ്പ് അനുമതി പത്രമില്ലാതെ ഹജ്ജിലേക്ക് നുഴഞ്ഞുകയറിയവർ പൊരിവെയിലത്ത് സൂര്യാഘാതമേറ്റ് വീണ് മരിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തോടെ കഥ മാറി. മക്ക ഹജ്ജ് സമയത്ത് ഹാജിമാർക്ക് മാത്രമാക്കി.
മക്കയെ സമ്പൂർണ്ണമാക്കി സുരക്ഷാ വിഭാഗങ്ങൾ വലയം ചെയ്തു. മക്ക നഗരത്തിനകത്ത് പോലും നൂറുകണക്കിന് ചെക്ക് പോയിന്റുകൾ. പെർമിറ്റുള്ള വാഹനങ്ങൾക്കും വ്യക്തികൾക്കും അവ പരിശോധിച്ച ശേഷം നീങ്ങാം. ഇല്ലാത്തവരാണെങ്കിൽ നേരെ ജയിലിലേക്കാണ്. ഇന്ത്യൻ രൂപ കണക്കാക്കിയാൽ 4.5 ലക്ഷം രൂപ വരെ പിഴയും പിന്നെ നാടുകടത്തലുമാണ് ശിക്ഷ. 10 വർഷം സൗദിയിലേക്ക് പ്രവേശന വിലക്കുമുണ്ട്. നിയമലംഘകരെ കണ്ടെത്താനാണ് ഈ പരിശോധനകളെല്ലാം. ഇനി ഹജ്ജ് കഴിയും വരെ മക്കയിലേക്ക് പ്രവേശിക്കാത്തതാണ് നല്ലത്. യാത്ര പോലും സുഗമമാകില്ല. ഹാജിമാർക്ക് പക്ഷേ എല്ലാം എളുപ്പമാകും. തിക്കും തിരക്കുമില്ല. ഹറമിലേക്കുള്ള യാത്രക്കായി റോഡുകൾ അവർക്ക് തുറന്നിട്ട് നൽകും. അവർക്ക് സേവനത്തിനുള്ള വാഹനങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ നീങ്ങാം. 1/4 ലക്ഷത്തോളം ബസ്സുകളാണ് ഹാജിമാരെ മക്കയിലെ വിവിധ താമസ സ്ഥലത്തു നിന്നും മിനായിലേക്ക് കൊണ്ടുപോവുക. ട്രെയിൻ, ബസ്, കാൽനട മാർഗങ്ങളുണ്ട്. ഓരോരുത്തരും പക്ഷേ ഹജ്ജ് സേവന കമ്പനികൾ പറയുന്നതനുസരിച്ചാണ് നീങ്ങുക. നാട്ടിലുള്ള ബന്ധുക്കൾക്കും ഇനിയുള്ള 4 ദിവസത്തോളം ബന്ധുക്കളായ ഹാജിമാരെ ഫോണിൽ എപ്പോഴും ലഭിച്ചെന്നു വരില്ല. ഏറ്റവും തിരക്കു പിടിച്ച കർമ്മങ്ങളിലേക്കാണ് അവർ നീങ്ങുന്നത്. അതിനായാണ് ഈ യുദ്ധസമാന സുരക്ഷയെല്ലാം. മിനായിൽ നിന്നും സാബിത് സലീമിനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1. ഹജ്ജ് സീസണിൽ പ്രവാചക പള്ളിയിലെ റൗള ഷെരീഫ് സന്ദർശിക്കുന്നതിനുള്ള ഔദ്യോഗിക സമയക്രമം പ്രഖ്യാപിച്ച് സൗദി അറേബ്യ. ഡിജിറ്റൽ ആപ്പ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമായിരിക്കും പ്രവേശനം. ഇരുഹറം കാര്യാലയത്തിന്റേതാണ് അറിയിപ്പ്. ഈ വർഷത്തെ ഹജ്ജ് സീസണിന്റെ ഭാഗമായാണ് നിയന്ത്രണങ്ങൾ. മദീനയിലെ പ്രവാചക പള്ളിയിലെ റൗള ഷെരീഫ് സന്ദർശിക്കുന്നതിനുള്ള ഔദ്യോഗിക സമയക്രമം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്ത്രാലയം. ഇരുഹറം കാര്യാലയത്തിന്റേതാണ് തീരുമാനം. നുസുക് ആപ്പ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമായിരിക്കും പ്രവേശനം. സാധാരണ ദിവസങ്ങളിൽ സന്ദർശന സമയക്രമം പുരുഷന്മാർക്ക് പുലർച്ചെ 2 മണി മുതൽ സുബ്ഹി നമസ്കാരം വരെയാണ്. രാവിലെ 11:20 മുതൽ ഇശാ നമസ്കാരം വരെയും പ്രവേശിക്കാം. സുബ്ഹി നമസ്കാരത്തിന് ശേഷം രാവിലെ 11 മണി വരെയും ഇശാ നമസ്കാരത്തിന് ശേഷം മുതൽ പുലർച്ചെ 2 മണി വരെയുമാണ് സ്ത്രീകൾക്കായുള്ള സന്ദർശന സമയം. വെള്ളിയാഴ്ചകളിൽ പുരുഷന്മാർക്ക് പുലർച്ചെ 2 മണി മുതൽ സുബ്ഹി വരെയും പിന്നീട് രാവിലെ 9 മണി മുതൽ ഇശാ നമസ്കാരം വരെയും പ്രവേശനം അനുവദിക്കും. സ്ത്രീകൾക്ക് സുബ്ഹിക്ക് ശേഷം മുതൽ രാവിലെ 9 മണി വരെയും രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം മുതൽ പുലർച്ചെ 2 മണി വരെയും അനുവാദമുണ്ട്. തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും സന്ദർശനം കൂടുതൽ സുഗമമാക്കുന്നതിനുമായാണ് നിയന്ത്രണങ്ങൾ. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ബലിപെരുന്നാൾ പ്രമാണിച്ച് തടവുകാർക്ക് വീഡിയോ കോൾ സൗകര്യം പ്രഖ്യാപിച്ചു ദുബായ് പോലീസ്. UAEക്ക് അകത്തും പുറത്തുമുള്ള തങ്ങളുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാം. പെരുന്നാളിന്റെ ആദ്യ 3 ദിവസങ്ങളിലാണ് ജയിൽ അന്തേവാസികൾക്കായി പ്രത്യേക ഡിജിറ്റൽ സന്ദർശന സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. തടവുകാർക്ക് മാനസിക പിന്തുണ നൽകുന്നതിലും കുടുംബവുമായുള്ള ബന്ധം നിലനിർത്തുന്നതിനും പദ്ധതി വലിയ വിജയമാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. തടവുകാരുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ദുബായ് പോലീസിന്റെ സ്മാർട്ട് ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ ബുക്ക് ചെയ്യാം. അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ വീഡിയോ കോളിനുള്ള ലിങ്കും അനുവദിച്ച സമയവും അടങ്ങുന്ന ടെക്സ്റ്റ് സന്ദേശം കുടുംബാംഗങ്ങൾക്ക് ലഭിക്കും. കശാപ്പുകൾക്കായി അംഗീകൃത അറവുശാലകൾ മാത്രം ഉപയോഗിക്കണമെന്ന് പൊതുജനങ്ങളോട് കുവൈത്ത് പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അഭ്യർത്ഥിച്ചു. ആരോഗ്യപരമായ അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിനായാണ് നിർദ്ദേശമെന്ന് സ്ലോട്ടർ ഹൌസ് വകുപ്പ് ഡയറക്ടർ മുഹമ്മദ് അൽ സാലിം അറിയിച്ചു. കുവൈത്ത് സിറ്റി, ജഹ്റ, ഫർവാനിയ, അഹമ്മദി ഗവർണറേറ്റുകളിലെ കേന്ദ്ര അറവുശാലകളിൽ ആരോഗ്യ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. പെരുന്നാൾ സന്തോഷത്തിൽ തുന്നിയെടുത്ത വസ്ത്രങ്ങൾ ഗസയിലെത്തിച്ച UAE. 930 ടണ്ണിലധികം വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും അടങ്ങുന്ന അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികളാണ് UAE ഗസയിലേക്ക് അയച്ചത്. യുദ്ധക്കെടുതിയിൽ പ്രതിസന്ധി നേരിടുന്ന ഗസയിലെ ജനങ്ങൾക്ക് ബലിപെരുന്നാളിന് മുന്നോടിയായി 930 ടണ്ണിലധികം വരുന്ന വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളുമാണ് UAE എത്തിച്ചത്. 60 ലോറികളിലായി 4 സംഘങ്ങളായാണ് സഹായങ്ങൾ ഗസയിലേക്ക് പ്രവേശിച്ചത്. ഇതിൽ 2 കോൺവോയ്കൾ പൂർണ്ണമായും ഗസയിലെ ജനങ്ങൾക്കുള്ള പെരുന്നാൾ വസ്ത്രങ്ങളാണ്.
എമിറേറ്റ്സ് റെഡ് ക്രസന്റിന്റെ നേതൃത്വത്തിലാണ് ഗസയിലുള്ളവർക്കായി 450 ടണ്ണിലധികം വരുന്ന പെരുന്നാൾ കോടികൾ എത്തിച്ചത്. ഈജിപ്തിലെ അൽ അരിഷിലുള്ള UAEയുടെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ലോജിസ്റ്റിക്സ് ഹബ്ബ് വഴിയാണ് സഹായങ്ങൾ അയച്ചത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ UAE ഭരണാധികാരികൾ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ഗാലനേറ്റ് 3 ദൗത്യത്തിന്റെ ഭാഗമായാണ് പുതിയ സഹായങ്ങളും ഗസയിൽ എത്തിച്ചിരിക്കുന്നത്. ഗസയിലെ ജനങ്ങൾക്കായി കോടിക്കണക്കിന് ദിർഹത്തിന്റെ സഹായങ്ങൾ ഇതുവരെ UAE നൽകി കഴിഞ്ഞു. ഇതിനു പുറമെ ഫീൽഡ് ഹോസ്പിറ്റലും കപ്പലിൽ ഫ്ലോട്ടിംഗ് ഹോസ്പിറ്റലും UAE വിജയകരമായി പ്രവർത്തിപ്പിക്കുന്നുണ്ട്. മീഡിയ 1 ദുബായ്. ഖത്തറിൽ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. പൊതുമേഖലയ്ക്ക് 5 ദിവസത്തെയും സ്വകാര്യ മേഖലയ്ക്ക് 3 ദിവസത്തെയും അവധിയാണ് അനുവദിച്ചത്. മെയ് 26 ചൊവ്വാഴ്ച മുതൽ 30 ശനി വരെ 5 ദിവസമാണ് പൊതു അവധി. മെയ് 31 ഞായറാഴ്ച തിരികെ ജോലിയിൽ പ്രവേശിക്കണം. അമീരി ദിവാനാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. തൊഴിൽ മന്ത്രാലയമാണ് സ്വകാര്യ മേഖലയിലെ അവധി പ്രഖ്യാപിച്ചത്. അവധി ദിനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഓവർ ടൈം അലവൻസ് നൽകണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ജൂൺ മുതൽ കുവൈത്ത് എയർവേസ് സർവീസുകൾ വ്യാപിപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളിലെ 58 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് 728 പ്രതിവാര വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന് കുവൈത്ത് എയർവേസ് അറിയിച്ചു. ജൂൺ 1 മുതൽ കുവൈത്ത് വിമാനത്താവളം പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് സർവീസ് വർധന. നിലവിൽ ലോകമെമ്പാടുമുള്ള 45 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് 420 പ്രതിവാര സർവീസുകളാണ് കുവൈത്ത് എയർവേസ് നടത്തുന്നത്. വിമാനത്താവള അടച്ചുപൂട്ടലിനെ തുടർന്ന് യാത്ര റദ്ദാക്കിയ യാത്രക്കാർക്കുള്ള റീഫണ്ട് നടപടികളും പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. സൗദിയുടെ വിവിധയിടങ്ങളിൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. പൊടിക്കാറ്റോടുകൂടിയ മഴയായിരിക്കും ലഭിക്കുക. വിവിധയിടങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. സൗദി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റേതാണ് അറിയിപ്പ്. രാജ്യത്തിന്റെ ഒട്ടുമിക്ക പ്രവിശ്യകളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നജ്റാൻ, റിയാദ്, കിഴക്കൻ പ്രവിശ്യ, വടക്കൻ അതിർത്തി മേഖല, അൽജൌഫ്, തബൂക്ക് എന്നിവിടങ്ങളിലാണ് മഴ സാധ്യത. ഹായിൽ, ഖസിൻ തുടങ്ങിയ പ്രവിശ്യകളിലെ ചില ഭാഗങ്ങളിലേക്കും മഴ വ്യാപിച്ചേക്കും. ജീസാൻ, അസീർ, അൽബഹ, മക്ക എന്നിവിടങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങളിലും മഴ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നതായി കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റുമുണ്ടാകും. ശക്തമായ കാറ്റ് കാരണം കാഴ്ചപരിധി കുറയാൻ സാധ്യതയുള്ളതിനാൽ വാഹനമോടിക്കുന്നവരും തീർത്ഥാടകരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. അനധികൃതമായി പടക്കങ്ങൾ ഉപയോഗിക്കുന്നതിനും വിൽക്കുന്നതിനുമെതിരെ കർശന മുന്നറിയിപ്പുമായി ദുബായ് പോലീസ്. ബലിപെരുന്നാളിനോട് അനുബന്ധിച്ച് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദേശം. അനുമതിയില്ലാതെ പടക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് കുറഞ്ഞത് 1 വർഷത്തെ ജയിൽ ശിക്ഷയും 1 ലക്ഷം ദിർഹത്തിന്റെ കുറയാത്ത പിഴയുമാണ് ശിക്ഷ ലഭിക്കുക. കുവൈത്തിലെ ഷേഖ് ജാബർ അൽ അഹമ്മദ് കൾച്ചറൽ സെന്ററിലെ സംഗീത ജലധാര വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ശനിയാഴ്ച വൈകുന്നേരമാണ് മ്യൂസിക്കൽ ഫൗണ്ടേഷൻ പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നത്. വർണ്ണാഭമായ ലൈറ്റ് ഷോകളും സംഗീതത്തിനൊത്ത ജലപ്രകടനങ്ങളും വീണ്ടും സന്ദർശകരെ ആകർഷിക്കുകയാണ്. പ്രതിദിന സംഗീത ജല പ്രദർശനങ്ങൾ കേന്ദ്രത്തിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈത്ത് KMCC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PA തങ്ങൾ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഫർവാനിയിലെ KMCC ഓഫീസിൽ നടന്ന പരിപാടി നിസാർ തങ്ങളുടെ പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത്. ബഷീർ തെങ്കർ അധ്യക്ഷത വഹിച്ചു. KMCC നേതാക്കളും ജില്ലാ ഭാരവാഹികളും PA തങ്ങളുടെ സ്മരണകൾ പങ്കുവച്ച് സംസാരിച്ചു. റഫീഖ്, സുലൈമാൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഈദ് എത്തുന്നതിന് മുൻപായി തന്നെ പെരുന്നാൾ തലേന്നിന്റെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച സൗദിയിലെ മലപ്പുറം കൂട്ടായ്മ റിയാദിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഒപ്പനയും മൈലാഞ്ചിരാവും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. നാടൻ വിഭവങ്ങളും ഉത്പന്നങ്ങളുമായി ഒരുക്കിയ മലപ്പുറം തെരുവും പരിപാടിയിൽ വേറിട്ട കാഴ്ചയായി. നാട്ടിൽ പോയിട്ട് പെരുന്നാൾ തെറ്റിപ്പോയി. ഓണമാരണം സ്റ്റാർട്ടിങ് പറ ആദ്യം. മലപ്പുറത്തിന്റെ മനസ്സറിഞ്ഞ സ്നേഹത്താൽ നിറഞ്ഞിരുന്നു റിയാദിലെ ഷോല മാളിന്റെ നടുമുറ്റം. പാട്ടും കളിയും ആഘോഷങ്ങളുമായി ആർമാദിച്ച പെരുന്നാൾ രാവ്. ഈദ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ സൗദിയിൽ ഈദാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഏത് ആഘോഷമാണെങ്കിലും ആ ആഘോഷ ദിവസത്തേക്കാൾ രസമായിരിക്കും അതിൻ്റെ തലേന്ന്. സൗദിയിലും ഒരു ഈദിൻ്റെ തലേന്ന്, പെരുന്നാൾ തലേന്ന് ഒരുക്കിയിരിക്കുകയാണ്. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് പുള്ളിത്തട്ട ഒക്കെ ഇട്ട്
ഒപ്പന കളിക്കാനുള്ള കുഞ്ഞുങ്ങളെ കാണാം. അത്തരത്തിലുള്ള ഒരുപാട് പരിപാടികളാണ് ഇന്നിവിടെ കാണാൻ പോകുന്നത്. എന്താണ് വിശേഷം? സുഖാണ്. എൻ്റെ പേര് അനിക്ക. ഒപ്പനയാണ് ഇന്നല്ലേ? ഒക്കെ റെഡിയാണോ? ആരാണ് പഠിപ്പിച്ചു തരുന്നത്? ബിന്ദു ടീച്ചർ. ബിന്ദു ടീച്ചർ. നല്ല വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ ഉണ്ടോ? എന്തൊക്കെയാണ് വെറൈറ്റി? അടിപൊളി. ടീച്ചർ, ഈ കുട്ടികളൊക്കെ ഇത്രയും കുട്ടികളെ ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി പഠിപ്പിക്കുന്നത്? എൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേർ ആണോ? എന്താണ് സ്കൂള്? നവ്യ ഡാൻസ് അക്കാഡമി. അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ ഹൈലൈറ്റ് നിങ്ങളുടെ ഒപ്പനയാണോ? ആഘോഷത്തിനു വേണ്ട ചേരുവകളെല്ലാം പാകത്തിന് ചേർത്തിരുന്നു മിയ എന്ന മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ. അപ്പോൾ ഈ കാണുന്ന ഗ്യാങ്ങാണ് ഈ ഒരു പരിപാടി ഇപ്പോൾ ഇവിടെ വലിയ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് പറയാനുള്ളത്? ഞങ്ങൾ മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ 3 വർഷമായിട്ട് നടത്തിക്കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ് മൈലാഞ്ചി ഫെസ്റ്റ് എന്ന് പറയും. പെരുന്നാൾ തലേന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. ഈദാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്നിവിടെ മൈലാഞ്ചി ഫെസ്റ്റ് നടക്കുന്നുണ്ട്, കലാ പ്രോഗ്രാമുകളുണ്ട്, ഒപ്പന അതുപോലുള്ള പരിപാടി ഉണ്ട്. വിശാലമായ ഫുഡ് സ്റ്റാളുകൾ, ആളുകൾക്ക് വാങ്ങാനുള്ള സ്റ്റാളുകൾ ഷോലാമാൾ അൽവഫയിൽ വെച്ചിട്ട് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. മലപ്പുറം അങ്ങാടിയെ സ്മരിക്കുന്ന പ്രൗഢമായ തെരുവ്, ഉപ്പിലിട്ടത്, തുണിത്തരങ്ങൾ, പലഹാരങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. ഒരുപാട് സ്റ്റാളുകളുണ്ട്. അതിൽ ഡ്രസ്സും മറ്റുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ട്. സത്യത്തിൽ ഒരു പെരുന്നാൾ പ്രതീതിയാണ് എല്ലാവർക്കും ഇവിടെ ഉള്ളത്. ഇവിടെ ഒരുപാട് സ്റ്റോളുണ്ട്. നമ്മൾ ഇട്ടിരിക്കുന്നത് ഡ്രസ്സിൻ്റെ സ്റ്റോളാണ്. പിന്നെ മലപ്പുറം കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മലപ്പുറം എന്ന് പറഞ്ഞാൽ എന്നും കൂടി നിൽക്കുന്ന ഒരു ഇതാണ്. ഏതൊരു ജില്ലേനേക്കാളും കൂടുതൽ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന മലപ്പുറം ടീമാണ്. അതിൻ്റെ ഒരു ഇത് ഇവിടെയും കാണുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു പ്രവാസിയായിട്ട് കൂടി ഇത്രയും ആഘോഷം ഇവിടെ നടത്താൻ പറ്റുന്നുണ്ട്. പെരുന്നാളിന് മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ് ചിലരെല്ലാം. ഒന്നാമത് ആരെത്തുമെന്ന പ്രതീക്ഷയും. ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ പേര് ഫറീന. ഞാൻ മലപ്പുറത്താണ്, പക്ഷേ ബോൺ ആൻഡ് ബോട്ട് അപ്പ് കോയമ്പത്തൂരാണ്. നാട്ടിലാണ് ഇങ്ങനെ മൈലാഞ്ചി ഫെസ്റ്റ് എല്ലാം കണ്ടിട്ടുള്ളത്, പക്ഷേ റിയാദിൽ ഫസ്റ്റ് ടൈമാണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. പൊതുവെ ഞങ്ങൾക്ക് നാട്ടിലാണ് മത്സരം, പിന്നെ മെഹന്തി ഇടലും എൻജോയ്മെൻറ്റും ഒക്കെ. ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കാലം ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ എല്ലാം കൊണ്ടും ആഘോഷമാണ്. ഇന്ന് മെഹന്തി മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ നന്ദി. മൊഞ്ചത്തിമാരുടെ ഒപ്പന കൂടിയായപ്പോൾ ആവേശം അങ്ങേത്തല എത്തിയിരുന്നു. നാടിൻ്റെ മണവും ഓർമ്മകളും പെയ്തിറങ്ങിയ പെരുന്നാൾ രാത്രി. ഞങ്ങൾക്ക് നാട്ടിലെത്തി പെരുന്നാൾ ആഘോഷിക്കുന്ന അതേ വൈബ് തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലാ മലപ്പുറംകാരും എല്ലാവരും ചേർന്ന് നല്ലൊരു അടിപൊളി പെരുന്നാൾ രാവാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഗിഫ്റ്റും കിട്ടി. വി ആർ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇവിടെ മൈലാഞ്ചി ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാമും കൂടി വന്നപ്പം കുറച്ചുകൂടി ഗംഭീരമായി പ്രോഗ്രാംസ്. എന്തായാലും ഒരു നമ്മുടെ നാട്ടിലെ ഒരു പെരുന്നാൾ തലേന്നിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായും അതാണ് ഞങ്ങളുടെ മൈൻഡിലുള്ളത്. എന്താണ് നമ്മുടെ ഇവിടെ വന്ന പ്രേക്ഷകരൊക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വളരെ സപ്പോർട്ടീവാണ്. നമ്മളെ മുൻ വർഷങ്ങളിൽ കണ്ട് പരിചയപ്പെട്ട ഇതിനോട് ഇഷ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവിടെ വന്ന് നമ്മൾ ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നതും. നമ്മളെ പറ്റി ആളുകൾക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഞങ്ങൾക്ക് നിലനിർത്താൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ ഷിഹാബുദ്ദീൻ, SFPR, ഉമറലി, ഷമീർ കല്ലിക്കൽ, അബ്ദുൽ കരീം. അപ്പോൾ എന്തായാലും സൗദിയിലെ പെരുന്നാൾ തലേന്ന് ഇവിടെ പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിലും സൗദിയിലുടനീളം ഈ ഇത്തരത്തിലുള്ള പെരുന്നാൾ തലേന്നും അതോടൊപ്പം തന്നെ പെരുന്നാൾ ആഘോഷങ്ങളും തുടരും. റിയാദിൽ നിന്നും വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1. സൗദിയിൽ പുതിയ രൂപത്തിലുള്ള ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ തുറന്ന ലുലു ഗ്രൂപ്പ്. വേഗത്തിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും വിധത്തിലുള്ള 4 സെപ്റ്റ് സ്റ്റോറുകൾ ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി ഉദ്ഘാടനം ചെയ്തു. മെട്രോ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, പെട്രോൾ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ വേഗത്തിലുള്ള ഷോപ്പിംഗ് സാധ്യമാക്കുകയാണ് ലക്ഷ്യം. മാളുകളും ഹൈപ്പറുകളും സൂപ്പർ മാർക്കറ്റുകളും കടന്ന് കൺവീനിയൻസ് ഷോപ്പിംഗ് മേഖലയിലേക്ക് വിപുലമായി പ്രവേശിക്കുകയാണ് ലുലു ഗ്രൂപ്പ്. ഇതിന്റെ ഭാഗമായി സൗദി അറേബ്യയിൽ സ്വിഫ്റ്റ് സ്റ്റോറുകൾ 4 എണ്ണമാണ് ആദ്യഘട്ടത്തിൽ തുറന്നത്. വേഗതയ്ക്കും സൗകര്യത്തിനുമാണ് സ്വിഫ്റ്റിന്റെ മുൻഗണന. 4 സ്വിഫ്റ്റ് സ്റ്റോറുകളുടെയും ഉദ്ഘാടനം ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി വെർച്വലായി നിർവഹിച്ചു.
റിയാദ് ഉൾപ്പെടുന്ന മധ്യപ്രവിശ്യയിലെ അൽ റാബി, അൽ ഖുറൈസ് മെട്രോ സ്റ്റേഷനുകളിലും അൽ റുവൈദിലെ അറാംകോ സ്റ്റേഷനിലും കിഴക്കൻ പ്രവിശ്യയിലെ അൽ അഹ്സയിൽ അഡ്നോക് പെട്രോൾ സ്റ്റേഷനിലുമാണ് സ്വിഫ്റ്റ് സ്റ്റോറുകൾ തുറന്നത്. സൗദി വിഷൻ 2030 പിന്തുണയേകി സൗദിയിൽ 100 സ്വിഫ്റ്റ് സ്റ്റോറുകൾ തുറക്കാനുള്ള ഒരുക്കത്തിലാണ് ലുലു. I have a great pressure and excitement and happiness to launch our group's new retail concept, Swift by Lulu, with 4 new branches in Saudi Arabia today. New innovation, transformation to this area. മെട്രോ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, പെട്രോൾ സ്റ്റേഷനുകൾ തുടങ്ങി തിരക്കേറിയ കേന്ദ്രങ്ങളിൽ സൗകര്യപ്രദമായ അതിവേഗ ഷോപ്പിംഗ് സൗകര്യം ഒരുക്കുകയാണ് സ്വിഫ്റ്റ്. യാത്രകൾക്കിടയിലെ ചെറിയ ഇടവേളകളിൽ ഞൊടിയിടയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. GCCയിൽ സ്വിഫ്റ്റ് സ്റ്റോറുകൾ വിപുലമാക്കുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കി. മീഡിയ 1 റിയാദ്. ദോഹയിലെ പ്രമുഖ ആരോഗ്യ സേവനദാതാക്കളായ റിയാദ മെഡിക്കൽ സെന്ററിലെ ദന്ത ചികിത്സാ വിഭാഗം വിപുലീകരിച്ചു. ദന്തൽ എക്സ്ക്ലൂസീവ് എന്ന പേരിലാണ് പുതിയ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചത്. ഖത്തറിലെ JCA അംഗീകൃത മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് റിയാദ. ഏറ്റവും നവീനമായ ദന്ത ചികിത്സാ സൗകര്യങ്ങൾ ഒറ്റക്കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. റിയാദ മെഡിക്കൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ ജംഷീർ ഹംസ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ കലാം, വിവിധ വിഭാഗം സ്പെഷ്യലിസ്റ്റുകളായ ഡോക്ടർ റീബ, ഡോക്ടർ റാൻഡ, ഡോക്ടർ സാമിർ തുടങ്ങിയവർ ചേർന്നാണ് സേവനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഡോക്ടർമാരായ പർഹീൻ, അദീബ, സ്വപ്ന, നസ്രീൻ എന്നിവരും സന്നിഹിതരായിരുന്നു. ഉപഭോക്താക്കൾക്കായി ഏറ്റവും മികച്ച ദന്ത ചികിത്സ ലഭ്യമാക്കുകയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്ന് ജംഷീർ ഹംസ പറഞ്ഞു. നമുക്കിപ്പോൾ 7 ഡെന്റൽ യൂണിറ്റാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത്. കൂടാണ്ട് തന്നെ നമ്മൾ ഡെന്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കിംഗ് അവേഴ്സും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് പേഷ്യൻസിന് അഫോർഡബിൾ ആകുന്ന രീതിയിൽ, അവർക്ക് അവൈലബിൾ ആകുന്ന രീതിയിൽ വന്ന് ചികിത്സ തേടുക എന്നുള്ള ഭാഗമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഡെന്റൽ ഡിപ്പാർട്ട്മെൻറ്റ് രാവിലെ 8 മണി തൊട്ട് രാത്രി 10-11 മണി വരെ ഡെന്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അവൈലബിൾ ആണ്. പിന്നെ അഗെയിൻ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാണ്ട് ഖത്തറിലെ ഏറ്റവും അഫോർഡബിൾ ആകുന്ന രീതിയിൽ ദന്ത ചികിത്സ കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി പിന്നെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. 20 വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ദന്തരോഗ നിർണയ സംവിധാനമായ CBCT എന്നിവയും ഡെന്റൽ എക്സ്ക്ലൂസീവിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജൂലൈ 31 വരെ എല്ലാ ദന്ത ചികിത്സാ വിഭാഗങ്ങളിലും സൗജന്യ കൺസൾട്ടേഷൻ ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ 1 ദോഹ. റോഡ് സുരക്ഷാ രംഗത്തും ട്രാഫിക് മാനേജ്മെന്റിലും റോയൽ ഒമാൻ പോലീസിന് വീണ്ടും ആഗോള അംഗീകാരം. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് റോഡ് സുരക്ഷ ഉറപ്പാക്കിയ റോയൽ ഒമാൻ പോലീസിനെ ലോകാരോഗ്യ സംഘടനയുടെ അന്താരാഷ്ട്ര സാങ്കേതിക സമിതിയിലേക്ക് തെരഞ്ഞെടുത്തു. ഒമാന്റെ റോഡ് സുരക്ഷാ നയങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ കരുത്ത് പകരുന്നതാണ് ഈ നേട്ടം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അഡ്വാൻസ്ഡ് ഡാറ്റ അനലിറ്റിക്സും സമന്വയിപ്പിച്ച് റോഡ് അപകടങ്ങൾ വൻതോതിൽ കുറച്ച റോയൽ ഒമാൻ പോലീസിന്റെ പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത്. റോഡ് സുരക്ഷാ നിയമനിർമ്മാണത്തിനായുള്ള ലോകാരോഗ്യ സംഘടനയുടെ ഗ്ലോബൽ ടെക്നിക്കൽ കമ്മിറ്റിയിലേക്കാണ് പ്രാദേശിക പ്രതിനിധിയായി ROPയെ തെരഞ്ഞെടുത്തത്. ഈ അന്താരാഷ്ട്ര ഫോറത്തിൽ പങ്കെടുക്കുന്ന ഏക സുരക്ഷാ സൈനിക വിഭാഗം കൂടിയാണ് റോയൽ ഒമാൻ പോലീസ്. അടുത്തിടെ ഇന്റർനാഷണൽ റോഡ് ഫെഡറേഷൻ ഗ്ലോബൽ അവാർഡും ഒമാനെ തേടിയെത്തിയിരുന്നു. ട്രാഫിക് നിയന്ത്രണത്തിനും അപകടങ്ങൾ കുറക്കുന്നതിനും സ്മാർട്ട് സാങ്കേതികവിദ്യകൾ ഫലപ്രദമായി ഉപയോഗിച്ചതിനായിരുന്നു പുരസ്കാരം. അത്യാധുനിക സാങ്കേതികവിദ്യകൾ നടപ്പിലാക്കിയതിലൂടെ സുൽത്താനിലുടനീളം ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും പൊതുജന സുരക്ഷ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞെന്നുമാണ് ROPയുടെ വിലയിരുത്തൽ. ഒമാന്റെ റോഡ് സുരക്ഷാ നയങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ കരുത്ത് പകരുന്നതാണ് ഈ നേട്ടം. മീഡിയ 1 മസ്കത്ത്. UAEയിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ അസിയാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. 13ാമത്തെ ഷോറൂമാണ് കരാമയിൽ ഉദ്ഘാടനം ചെയ്തത്. UAEയിലെയും കേരളത്തിലെയും സ്വർണ്ണ വിപണന രംഗത്ത് ശ്രദ്ധേയരായ അസിയാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 13ാമത് ഷോറൂമും UAEയിലെ 9ാമത്തേതുമാണ് ദുബായ് കരാമയിൽ പ്രവർത്തനം ആരംഭിച്ചത്. വൈവിധ്യമാർന്ന കളക്ഷനുകൾക്കൊപ്പം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് അസിയാൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സജാദ് CH പറഞ്ഞു. UAEയിൽ പ്രത്യേകിച്ച് കറാമയിൽ എന്താ വെച്ചാൽ മല്ലു നമ്മളെ മലയാളീസ് ഏറ്റവും കൂടുതലുള്ള ഒരു ഏരിയയാണ് കറാമ. കറാമയിൽ ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് അസിയാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കറാമയിൽ ഓപ്പൺ ചെയ്തത്. ഒരുപാട് ഓഫറുകളുമായിട്ടാണ് അസിയാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കറാമയിൽ എത്തിയിട്ടുള്ളത്. 0% മേക്കിംഗ് ചാർജ്, അതുപോലെ 60% ഡിസ്കൗണ്ട് ഓൺ ഡയമണ്ട് ഓർണമെന്റ്സ്, അതുപോലെ അങ്ങനത്തെ ഒത്തിരി വിധ ഓഫറുകളും അസിയാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 2030 ആകുമ്പോഴത്തേനും 20 ബ്രാഞ്ചിലേക്ക് അസിയാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എത്തിക്കുമെന്നാണ് ഞങ്ങൾ മാനേജ്മെന്റിന്റെ
പ്രതീക്ഷ. അൽമുല്ല ഗ്രൂപ്പ് ഡയറക്ടർ ജാസിം മുഹമ്മദ് അബ്ദുള്ള അൽമുല്ല അൽ അലിയും പ്രശസ്ത സിനിമാ താരം ഷംന കാസിമും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗായകൻ കൊല്ലം ഷാഫിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഗീത പരിപാടിയും ഒരുക്കിയിരുന്നു. മീഡിയ വൺ, ദുബായ്. പ്രവാസി വെൽഫെയർ HRD വിങ്ങിന്റെ നേതൃത്വത്തിൽ NLP പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പ്രൊഫഷണൽ മൈൻഡ് സെറ്റ് എന്ന വിഷയത്തിലായിരുന്നു പരിപാടി. കോർപ്പറേറ്റ് കോച്ച് രേവതി കൃഷ്ണ നേതൃത്വം നൽകി. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. പ്രവാസി വെൽഫെയർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഷാഫി, അഹ്സാന കരിയാടൻ, ലതാ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ഫായിസ് അബ്ദുള്ള, ഫാത്തിമ തസ്നീം, ഹഫീഫ ഹുസ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. PK ബഷീർ മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആഘോഷമാക്കി ഖത്തറിലെ എടവണ്ണ കൂട്ടായ്മ. ദോഹ അൽ ഫുർഖാൻ സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടിയിൽ എടവണ്ണയിലെ നിരവധി പ്രവാസികൾ പങ്കെടുത്തു. അത്താഴ വിരുന്നും മധുര വിതരണവും നടന്നു. PC ഹബീബ്, സലീം, ഫൈസൽ ബാബു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബഹ്റൈനിൽ അൽ മന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ മലയാള വിഭാഗം പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ഹംസ കെ ഹമദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വിവിധ സെഷനുകളിലായി മുഹമ്മദ് ഹംറാസ് അൽ ഹിക്കമി, വസീം അൽ ഹിക്കമി, സ്വാലിഹ് അൽ ഹിക്കമി എന്നിവർ പ്രഭാഷണം നടത്തി. റിസാലുദ്ദീൻ, ഹംസ അമേത്ത്, ബിനു ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു.